ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ തുടങ്ങുന്ന ഇവിടുന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇല്ല അവിടെ പോയിട്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണ്. ഒരു വീട്ടിൽ കൂടൽ നമുക്കൊന്നും കൊടുക്കുവാനൊന്നും ആയിക്കില്ലേനു അല്ലേ. വീട്ടിൽ കൂടുതൽ നമുക്ക് പോകാൻ അയക്കില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേനു നമ്മളവിടെ പോയത്, പരപ്പനങ്ങാടി. അപ്പോൾ അപ്പോൾ ഒന്നും കൊടുത്തില്ല. കുറച്ച് അപ്പവും വാങ്ങിയതിന് അന്ന് പോയെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റുമായിട്ടാണ് ഓലടുത്ത് പോകുന്നത് അല്ലേ. ഓലേറ്റവും ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഒലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണിത്. ഓക്കെ, ഇന്ന് അവിടെ പോയി കൂടുന്ന അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. മീന മാണ്ടിനെ ഇൻഡു എമിയാവേനെ 2 ദിവസമായി കണ്ടിട്ട് അവിടെ പോയി നിന്നിട്ട് ഞാനല്ലേ. മുന്നിൽ പോവാ മീ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയിരിക്കുക. ഇന്ന് ഇവിടെയാണ് കിടന്ന് ഉറങ്ങാൻ പോകുന്ന. ഇവിടെയാണ്. അപ്പൊ ഗൈസ് നല്ല മന്തി ഇവിടെ ജില് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. അതെ, ജില് നല്ലൊരു മന്തി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ കുറച്ചിക്കില്ല. എന്താ ചാറിൽ മുക്കി നക്കിയാ മതി. പീസ് എനിക്കും ചാറ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ലല്ലേ. അതല്ല, കുറച്ച് ഗ്രേവി ടൈപ്പാന്നുള്ള ഡയലോഗ് അടിച്ചിരുന്നു ആശാനോട്. ഇതാ ഇങ്ങോട്ട്. അപ്പൊ നല്ലൊരു മന്തിയാണ് ഇന്നിവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഹണി ഷോ ഇപ്പൊ ഇവിടെ എല്ലാം ഹണിയാണ് അല്ലേ. ജയ്സൽക്ക് തേനേന്നാ വിളിക്കല്. അബിരിബിരി എന്താ. ഓ അപ്പൊ ഗൈസ് നമ്മളിവിടെ വന്ന ഒരു ഉദ്ദേശം ഇതാണ്. രണ്ടാമത്തെ ഉദ്ദേശം പറഞ്ഞുതരാം. ബാഗിൻ്റെ ഉള്ളിലല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങൾ തൊട്ടിലൊക്കെ ആയിട്ടോട്ട് വന്ന് ഹെമിവാക്ക് കിടക്കാനുള്ള പോകുന്നിടത്തിലൊക്കെ തൊട്ടിൽ കൊണ്ടുപോകും. രാവിലെ തന്നെ ഞങ്ങൾ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വെള്ളയപ്പവും ചിക്കൻ കറിയാണ് ഇന്നുള്ളത്. ഈ വെള്ളപ്പ ചട്ടി നമ്മളവിടെ കൊണ്ടുവന്നതിനോ ഇവിടെ ഇല്ല. അടിപൊളിയായിക്ക്. പിന്നെ ഇതെന്താ സംഭവം? ഇസ്തിരി പെട്ടിയാ ഫിലിപ്സിന്റെ. അത് എന്ന് വെച്ചാ പിന്നെ എണ്ണയില്ലാതെ ചിക്കനും മീനും ഒക്കെ പൊരിക്കുന്ന. അതെങ്ങനെ? മസാല തേക്കുക, അതിന്റെ ഉള്ളിലിടുക. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാലേ. ഇതിലിടുക, മസാല തേച്ചിലിടുക, എന്നിട്ട് ഇങ്ങനെ കേറ്റുക, അടക്കുക, എന്നിട്ട് ഈ സ്വിച്ച് ഇടുക. എന്നാല് ഫ്രൈ ആയി വരൂ. അപ്പൊ ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കും. എന്നിട്ട് ഒരു ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. വായിച്ചാ കണ്ണ് കാണുവാ. ചിക്കൻ ഇത്ര, ഫിഷിന് ഇത്ര, മത്തിയൊക്കെ പൊരിക്കാം. ചൂടും സമയവും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ വേവിച്ചെടുക്കുക അല്ലേ. ഫ്രൈ ആയിട്ട് വരും, നല്ല ഞെരിഞ്ഞു. അത് ആണ്. ചിന്നോ ഇനി പൊരിക്കലുണ്ടോ? അത് ശരി. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളല്ലേ. നമ്മളെ ഡേറ്റ് 2 ഉണ്ട് കേട്ടോ. ഞാളി ഇത് കാണാത്തവരൊന്നല്ല ഞങ്ങനെ അല്ലേ. അങ്ങനെ വിട്ടുകൊടുക്കരുതല്ലോ. നമ്മളെ 2 ഇല്ലേ എമിയാവേ. ഗൈസ് നേരം പരവരാ വെളുത്തു. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേറ്റു. ഇവർക്കുള്ള ഗിഫ്റ്റുമായിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇതുവരെ ഇങ്ങ് എത്തിക്കില്ല. രാവിലെ തന്നെ കരയാനല്ലേ. അതെന്തിനാ? വാപ്പേറ്റാവൻ വാവേ എമിക്കുറ്റ നിന്റെ നോക്കിന്നെ. വാപ്പിന്റെ ആവേന്റെ നോക്കിന്. അപ്പൊ ഗൈസ് നമ്മള് നല്ല അടിപൊളി ഇതാ ഗിഫ്റ്റ് ഇപ്പൊ എത്തും കേട്ടോ. അപ്പോഴത്തേക്ക് അല്ലേ എന്നാ. അതെ,
സർപ്രൈസ് ആണ്. എന്തെന്നാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിപ്പോൾ എത്തും. അത് കൊറിയർ എത്തുമ്പോഴത്തേക്ക് ഞാളും ഇവിടെ എത്തിയാണ്. എന്ത് ഏറ്റു വാങ്ങി ഞാളെ കയ്യിലേ അത് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റു വാങ്ങി ഇവർക്ക് ഏൽപ്പിക്കും. അതിനാണ് വന്നത്. ഒരേ കൂടലൊന്നും തന്നില്ലല്ലോ കൊടുത്തില്ലല്ലോ എന്നുള്ള ഇതങ്ങ് മാറും. ഞങ്ങളൊരു ഫാന് ഇതിനും കൊടുക്കാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന കാണിയിട്ട് ഓല് തന്നെ വാങ്ങി ഫാന്. നല്ല ഫാന് കറങ്ങുന്നതാ. ആളിലൊരു ഫാന് ഓല് ഒഴിച്ചിട്ട് കുറേ നിന്ന് നോക്കി. ഏടാ കിട്ടണ്ടേ, പിന്നെ ഓല് തന്നെ വെച്ച്. അപ്പോൾ നമ്മൾ ഫാനെക്കാട്ടോ ഉപകാരമുള്ളൊരു സാധനം കൊടുക്കാന്ന് വിചാരിച്ചു. എൻ്റെ അമ്മിക്കിട്ടും കച്ചിന്നെ, ഇതെന്താ കച്ചിന്നെ? അല്ലോ അല്ലോ ഇല്ല ഓല് വരട്ടെ, അവരെ നമ്മൾ വെയിറ്റിംഗ്. ഇതാണ് കേട്ടോ നമ്മൾ ജയ്സൽക്കാക്കും ജിലുവിനും വേണ്ടിയിട്ട് വാങ്ങിയ ഗിഫ്റ്റ്. വീട്ടിൽ കൂടുതലൊന്നും കൊടുക്കാൻ പറ്റാത്ത വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂഡൻ്റെ നല്ല അടിപൊളിയോട് ഷൂറാക്കി തന്നെ അവൾക്കങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കമ്പനിയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ തന്നെ വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്തും കൊടുക്കും. ഇവർക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം കാഴ്ച പരിമിതി നിങ്ങൾക്കറിയാമല്ലോ, ജയ്സൽക്കാക്കും കാഴ്ചയില്ല, വൈഫ് ജിലുവിനും കാഴ്ചയില്ല. അപ്പോൾ ചെരുപ്പ് ആടെ ഇവിടെ ഇടുമ്പോൾ രാവിലെ ജയ്സൽക്ക പോകുമ്പോയാലും ഒന്ന് ഒരു കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ നമ്പർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഷൂഡൻ്റെ ഷൂറാക്ക്. ഇത് വെയിലും മഴയൊന്നും കൊണ്ടാലൊന്നും ആവില്ല. പൗഡർ കോട്ടിങ് കാര്യമെല്ലായതുകൊണ്ട് കളറ് പോവുകയൊന്നുമില്ല. നല്ല മെറ്റീരിയലും കാര്യമൊക്കെയാണ് കേട്ടോ. ചെരുപ്പ് ഇതിൽ വെക്കാം. ഇതാണ് കേട്ടോ ഞങ്ങൾ ഇവർക്ക് കൊടുത്ത വീട്ടിൽ കൂടുതൽ ഗിഫ്റ്റ്. അന്നേരം ഒരു ഫാന് പോലും വാങ്ങി കൊടുക്കാൻ അയക്കില്ല. അപ്പം ഞാളെ വെയിറ്റ് ചെയ്ത് ഓല് ഫാന് മൊത്തം വാങ്ങി. ഇതേനു ഞാക്ക് വെച്ചിട്ടേ ഞാള് വരുമെന്ന് ചോദിച്ചിട്ട് ഇതേനു. ഇത് ഇഷ്ടായോ? അത് ഒഴിച്ചിട്ട് ഞാള് ഫാന് കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടാ ഓളെ. നിങ്ങളെ പെടുത്തണോ? ഇവിടെ 2 ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഓലെ പെടുത്തിയ ഓല ഇപ്പൊ വന്ന് എന്നെ പെടുത്തുന്നു. ഫാനെന്ന് പറഞ്ഞേ. അല്ല സാരല്ല, നമുക്ക് നല്ലൊന്ന് കൊടുക്കാനായല്ലോ അല്ലേ. അതെ, ജയ്സൽക്ക് ഇതുവരെ എത്തിയില്ല അല്ലേ. കുറച്ചുകൂടി മനസ്സമാധാനായിട്ട് ആളെ ഇരിക്കാന്ന് വിചാരിക്കണ്ട്. 6:30 എത്താ? അല്ല ഞങ്ങള് തിരിഞ്ഞ് കളിക്കല്ല, പോവുക. എമിക്കിട്ടാ നമ്മള് പോവാ. അതെന്താ ഞങ്ങളിതാ പോവാൻ ഇറങ്ങാണ്. കൂടെ വന്ന ജമീൽ എവിടുന്ന് എന്തെല്ലോ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊക്കെയാണ് നമുക്കൊന്ന് എന്താ പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് ജമീല ഇതിലേക്ക് വെച്ചിക്ക്. ഇന്ന് ജമീലാൻ്റെ ആയിരുന്നു ഞാളും എന്തെങ്കിലും അടിച്ചു മാറ്റണം. അപ്പോൾ ഇവിടെ വീട് ഇതാ, ഇവരുടെ വീട് സൂപ്പർ വീട് കേട്ടോ. ഈ വീടിനിപ്പോൾ അഴക് കൂടിയത് ഇപ്പാണ് കേട്ടോ. സൈഡിൽ ഇതും കൂടി വന്നേരം അതിന് ലുക്ക് കൂടിയ. ഇപ്പോൾ ഷൂഡൻ്റെ പ്രൊഡക്റ്റാണ്. എല്ലാം കൂടി ഇവിടെ ചെരുപ്പ് വെക്കുവാനുള്ള തിരക്കാണല്ലോ. ഇതുള്ള ചെരുപ്പ് മൊത്തം ഈ ചെരുപ്പ് ഒഴിവാക്കണ്ടേ ചെരുപ്പല്ല. യാ ഹൗല വല. അതാരതാ അതാര് ചെരുപ്പാ? കൂട്ടല്ല, തുറക്കേ. നാട്ടുകാര് കാണട്ടെ. ഈ ചെരുപ്പല്ല, ഇത് വാങ്ങിയെന്ന് വിചാരിച്ച് അതിൽ വെക്കുക. എന്തെന്നാ ചിഹ്നുവാ? ഇതാ നല്ല ഒന്നും ഇതാ വേഗം അടച്ചാളെന്നാ അടച്ചാളഞ്ഞോ. മുകളില് ജയ്സൽക്കാക്ക് എടുക്കാൻ വെച്ചേക്ക് ആടുന്ന തന്നെ അല്ലേ. അല്ല ആടുന്ന തന്നെ അകത്തുനിന്ന് ഉള്ളിന്ന് തന്നെ വേഗം എടുത്ത് പോവാലോ അല്ലേ. ഇത്രയും ചെരുപ്പെല്ലാം എടുത്തോണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ചെരുപ്പ് കട കുത്തി തുറക്കുവാറ്റം ചെയ്തേക്കാ. എന്താ ചെയ്യാ? ഇത്ര ഇവർക്ക് നമ്മളെക്കാട്ട് ആവശ്യം ഇവർക്കാട്ടോ. ഇത് എല്ലാത്തിലും ഇങ്ങനെ ഇത്രയും ചെരുപ്പുകളുണ്ട് ഇവിടെ. പിന്നെ എന്താക്കുക ഓലോട് ഇറങ്ങാൻ പറ ചിന്ന, നമുക്ക് പോവാന്ന് പറ. സമയത്രായി എന്നറിയോ? 6 മണിയാവാനായി. ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ല. ഇഞ്ചി ഉമ്മി എൻ്റെ ആക്കുന്ന എമിക്കുറ്റാ എമിക്കുറ്റാ കിട്ടിയ ട്രോഫികളായത്. ഇതേപോലെ നമ്മളവിടെ അടിച്ചു വെച്ചാലോ. കിട്ടിയ ട്രോഫിയല്ല ഞാൻ ആക്രിക്കാർക്ക് കൊടുത്തുപോയി. ഇനി എന്താക്കുന്ന മക്കളെ? കഴിഞ്ഞില്ല, സഹായിക്കണോ? തൊട്ടിലങ്ങ് എടുക്കണ്ടേ? എമിയാവ് ഇന്നലൊക്കെ എന്നെ തൊട്ടിലാണ് ഇത്
എമിയാന്റെ തൊറ്റിലുണ്ട് വീടാ. പഴയ സ്റ്റാൻഡ് കഴിച്ചു വെക്കുന്ന ഒരു ക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേഗം കഴിച്ചു മാറ്റുന്ന ഇതായിരിക്കാ. ഇത് നമുക്ക് നറക്കെടുത്ത് തീരുമാനിച്ചാലോ ആർക്ക് കൊടുക്കണമെന്ന്. ഞാനെടുത്താലോ ഇത്? അല്ല, തേച്ച് വൃത്തിയാക്കും. ഇത്രയും കാലം ഇമല ഇനി ചെരുപ്പ് വെക്കല് അല്ലേ? ഇവിടെ ഇനി ചെരുപ്പ് വെക്കല് ഇവിടെ വെക്കുക. അത് ശരി. പോന്നാന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. അതിന്റെ പിന്നെ പവർ നോക്കുക ആടുന്ന്. ഇതിന്റെ മക്കളെ മതി. ഇന്ന് ഉറക്കൊന്നും ഉണ്ടാകല്ലോ. രാത്രിയെല്ലാം ചെരുപ്പാടുണ്ടോന്ന് വന്ന് നോക്കണ്ട കേട്ടോ. ഇനി പൂട്ടി ചാവി അങ്ങ് എടുത്തോ. എന്താ ചെയ്യുക അല്ലേ? എന്നാ ഞാള് പോന്നാന്ന് പറഞ്ഞാ ഓ ആയിക്കോട്ടെ എന്നൊരു വർത്താനം ഇല്ലേ? ജയ്സൽ ഖാൻ ഇനി വിളിച്ചൊന്ന് നോക്കുവല്ലേ? ഇനി പിന്നെ രാത്രി ഇങ്ങനെ പൊളിച്ചൊക്കെ ഒന്ന് എണീച്ച് നോക്കണ്ട. പറയുന്നുണ്ട്. ചെല്ല് അധികം ചെലക്കാണ്ട് ചെല്ല്. എന്നാ പിന്നെ പോവാ. ഞങ്ങള് അങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻ അല്ല. ഞങ്ങള് ശാന്തിയും സമാധാനമായിട്ടുള്ള ഒരു സെലിബ്രേഷനായി. ഏതെങ്കിലും അഗതി മന്ദിരത്തിലോ? എന്താ ആയിക്കോട്ടെ. വല്ലാത്തൊരുല്ലേ. ഒരു കണക്കിന് സുഖമാണ്. ഒരിക്കലും മറന്നു പോവല്ല വെഡിങ് ആനിവേഴ്സറി. എന്നാ പോവല്ലേ? അപ്പൊ കഴിച്ച് ഞങ്ങളിതാ നാട്ടിലേക്ക് വിടുകയാണ്.